Welcome to TOS Academy. So, ഇന്ന് നമ്മൾ CSIR നെറ്റ് ഫിസിക്സിൻ്റെ സിലബസ് അനാലിസിസും അതുപോലെ നിങ്ങൾ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ട ഹോട്ട് സ്പോട്ട്സും അതുപോലെ റെഫറൻസ് ബുക്കുമാണ് ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫിസിക്സിനെ സംബന്ധിച്ച് 9 പേപ്പറാണ് നമുക്ക് CSIR നെറ്റിന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒരു പേപ്പറാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് ഫിസിക്സ്. ഇവിടെ ഞാൻ 2 സെക്ഷൻ ആയിട്ടാണ് ഫിസിക്സിന്റെ ഈ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സെക്ഷൻ, ഫസ്റ്റ് പാർട്ട് ബിയിൽ നിന്നും രണ്ടാമത്തെ സെക്ഷൻ പാർട്ട് സിയിലുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബി നിങ്ങൾക്കറിയാം 3.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് പാർട്ട് സി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. ഇതിലെ എല്ലാ ടോപ്പിക്സും നോക്കുന്നതിന് പകരം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന ചില ടോപ്പിക്സ് അത് മാത്രം ഒന്ന് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് വെക്റ്റർ ആൾജിബ്ര ആൻഡ് വെക്റ്റർ കാൽക്കുലസ് ആൻഡ് ലീനിയർ ആൾജിബ്ര. അപ്പോൾ ഈ ആൾജിബ്ര വെക്ടേഴ്സ് എന്നുള്ളത് ഒരൊറ്റ സെക്ഷൻ ആയിട്ട് പഠിക്കുക. നമുക്ക് ഗ്രേഡിയന്റ്, കേർവ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ്, ദെൻ ഡെല്ല് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ദെൻ വോളിയം ഇൻ്റഗ്രൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റഗ്രൽസ്, ഇതെല്ലാമാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അടുത്ത ടൈപ്പ് നമ്മൾ മെട്രിക്സസ് ആണ്. കംപ്ലീറ്റ് മെട്രിക്സസ് പഠിച്ചു വെക്കുക. ഐഗൻ വാല്യൂ കാണാനായിട്ട്, ദെൻ റാങ്ക് കാണാനായിട്ട് ഉള്ള മെട്രിക്സ് പഠിച്ചു വെക്കുക. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഉണ്ട്. പല ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടതാണ് സ്പെഷ്യൽ ഫങ്ഷൻസ്. ഇതിൽ മെൻഷൻ ചെയ്ത പോലെ ഹെർമൈറ്റ്, ബെസൽ, ലോഗ്രേ ആൻഡ് ലെജൻഡർ ഫങ്ഷൻസ് പഠിച്ചു വയ്ക്കുക. ദെൻ ഫുറിയർ സീരീസും അതുപോലെ ഫുറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോമും പഠിക്കുക. ആൻഡ് കോംപ്ലെക്സ് അനാലിസിസ്, അനാലിറ്റിക് ഫങ്ഷൻസ്, ടൈലർ ആൻഡ് ലോറൻസ് സീരീസ്, poles and residues, evaluation of integrals. It's very important section. Okay, പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗ്രീൻസ് തിയറം പഠിക്കുക. ദെൻ നിങ്ങൾ ടെൻസേഴ്സ് നോക്കി വെക്കുക. പിന്നീട് ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതായത് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ പല ടൈപ്പുള്ള കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ്, റൂട്ട്സ് കാണാനും ഇന്റർപോളേഷനും ഈ മെത്തേഡ്സും പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ്, അതായത് ട്രപ്പിസോയിഡ് ആൻഡ് സിംപ്സൺ റൂൾസ്. ഇത്രയുമാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പോൾ പാർട്ട് സി തന്നെ ഒരുപാട്, പാർട്ട് ബിയിൽ ഒരുപാട് നോക്കുക. പ്രോബബിലിറ്റി, ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റി നോക്കുക. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹോട്ട് സ്പോട്ട്സ് ആയിട്ട് മാത്തമാറ്റിക്കലിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. ഏകദേശം ഈ ഒരു 3 ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഫോളോ ചെയ്യുക. HK ദാസിന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ സത്യപ്രകാശിന്റെ ആണെങ്കിലും ആഫ്ഗന്റെ ബുക്ക് ആണെങ്കിലും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ സത്യപ്രകാശ് ആദ്യം പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞിട്ട് HK ദാസിലെ പ്രോബ്ലംസ് ചെയ്യുക. നല്ലൊരു ഡീപ്പർ നോളജ് കിട്ടാനായിട്ട് നമ്മുടെ ആഫ്ഗന്റെ ബുക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഈ 3 ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. അപ്പം നമ്മുടെ ക്ലാസ്സിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നോളജും കൂടി മാത്രമല്ല, തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജും കൂടി വി ആർ പ്രൊവൈഡിങ് ത്രൂ അവർ കോച്ചിങ്. രണ്ടാമത്തേത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് സെൻട്രൽ ഫോഴ്സ് മോഷൻസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ്, 2 ബോഡി പ്രോബ്ലംസ്, കെപ്ലർ മോഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ റിജിഡ് ബോഡി ഡൈനാമിക്സ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ ചോദിക്കുന്ന സെക്ഷൻ ആണ് റിജിഡ് ബോഡി ഡൈനാമിക്സ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ദെൻ നമ്മുടെ ലെഗ്രാഞ്ചെ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. ലെഗ്രാഞ്ചെ തന്നിട്ട് ഹാമിൽട്ടോണിയൻ കാണാനും, ഒരു കണ്ടീഷൻ തന്നിട്ട് ലെഗ്രാഞ്ചെ കാണാനും, ദെൻ സൈക്ലിക് കോർഡിനേറ്റ്സ് പഠിക്കാനുണ്ട്. സ്മോൾ ഓസിലേഷൻസും അതിൻ്റെ നോർമൽ മോഡ് ഫ്രീക്വൻസി കാണാനുണ്ട്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. പിന്നെ നമുക്ക് ഫേസ് സ്പേസ് ഡൈനാമിക്സിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് സ്റ്റേബിൾ പോയിന്റ് കാണാനായിട്ടുണ്ട്. പോയിസൺ ബ്രാക്കറ്റും കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഇത്രയുമാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ വളരെയധികം. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് കൈനമാറ്റിക്സ് വരുന്നത്.
അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വിട്ടുപോവാതെ പഠിക്കേണ്ട ടോപ്പിക്സ്. എല്ലാം നമ്മൾ വലിച്ചു വാരി പഠിക്കണമെന്നില്ല. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ഒരു 8 വർഷത്തെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുമ്പോൾ ചോദിക്കുന്ന മോസ്റ്റ് പ്രോബബിൾ ഏരിയ ആണ് ഈ മാർക്ക് ചെയ്തതെല്ലാം. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക് CSIR നെറ്റ്. ക്ലാസിക്കൽ മെക്കാനിക്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ള 3 ബുക്സ്. ഒന്ന് ഗോൾസ്റ്റീൻ്റെ ബുക്കാണ്. ഗോൾസ്റ്റീൻ്റെ ബുക്കിലെ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ആദ്യമേ തന്നെ ഓടിപ്പോയി ഗോൾസ്റ്റീൻ വാങ്ങിച്ചാൽ യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. സോ ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ അരുൾദാസിൻ്റെ ബുക്കോ അല്ലെങ്കിൽ ഉപാധിയുടെ ബുക്കോ വായിക്കുക. ഉപാധിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഉപാധിയുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഉപാധിയുടെ ബുക്കാണ്. ഫസ്റ്റ് ഉപാധിയുടെ ബുക്ക് വായിക്കുക. അതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് യു ഷുഡ് റീഡ് അരുൾദാസ്. ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗോൾസ്റ്റീൻ്റെ ബുക്ക് വായിക്കുക. തിയറി എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 ബുക്കാണ് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന് നെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. Next is another topic. It's about electromagnetic theory, electrodynamics എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് ഗോസസ് ലോ ഇറ്റ്സ് an important one. ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ് ഗോസസ് ലോ. കംപ്ലീറ്റ് വരുന്നുണ്ട്. +2 ബേസിൽ തന്നെ പഠിക്കുക. അപ്പോൾ നല്ലൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഞാൻ റെഫറൻസ് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കാം. Then Laplace and Poisson equations, boundary value problems. Then magnetostatics, similar to Gauss's law, you need to study Biot and Savart's law and Ampere's theorem. Then Maxwell equations in the problems on the practice here. Then vector potential gauge invariance padikya. Then polarization, Fresnel's law, interference padikya. Pinne ninge padikkanulla dispersion relations are. Okay, and another important is transmission lines, TEM waves in the ellam കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഇലക്ട്രോഡൈനാമിക്സിലെ. ടോപ്പിക്ക് വളരെ കുറവാണെങ്കിലും ഇതിനകത്ത് ചെയ്തു പഠിക്കാൻ ഒത്തിരി ഉള്ള ഒരു സെക്ഷൻസ് ആണ് ഈ ക്ലാസ് ഇലക്ട്രോഡൈനാമിക്സ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് J. Griffith. Then Classical Electrodynamics by John J.D. Jackson. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി ബൈ ബക്ഷി. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ബക്ഷിയുടെ ബുക്കാണ്. ഫസ്റ്റ് നിങ്ങൾ ബക്ഷിയുടെ ബുക്ക് പഠിക്കുക. ദെൻ പ്രാക്ടീസ് ദ പ്രോബ്ലംസ് ഓഫ് ഗ്രിഫിത്ത്. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് JD ജാക്സന്റെ ബുക്ക് പഠിക്കുക. ഗ്രിഫിത്ത് വളരെ നല്ലൊരു ബുക്കാണ്. പക്ഷെ ആദ്യം തന്നെ ബക്ഷിയുടെ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞിട്ട് ഗ്രിഫിത്ത് വായിക്കുക. അതിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, then next is about quantum mechanics. Quantum mechanics ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറായിട്ടാണ് എല്ലാവരും പറയാറ്. പക്ഷെ ഇതിൽ കുറേ ട്രിക്കും ടിപ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അറിഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി an easier paper. അപ്പോൾ ആദ്യം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം ഡിപ്പെൻഡൻറ്റും ടൈം ഇൻഡിപെൻഡൻറ്റും കംപ്ലീറ്റ് പഠിക്കുക. അതിൻ്റെ തന്നെയാണ് ഐഗൻ വാല്യൂ കാണാനായിട്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റേഴ്സും അൺസർട്ടനിറ്റി പ്രിൻസിപ്പലിൻ്റെ ഇക്വേഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും സ്പിന്നും ആണ്. അതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. പെർട്ടുർബേഷൻ തിയറിയിലെ പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. വേരിയേഷണൽ മെത്തേഡ് പഠിക്കാനുണ്ട്. ഐഡന്റിറ്റി പാർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്. ദെൻ ഇവിടെ നമുക്കാണെങ്കിൽ WKB അപ്രോക്സിമേഷൻ ഉണ്ടാവും, സ്കാറ്ററിംഗ് പഠിക്കാനുണ്ടാവും, ബോൺ അപ്രോക്സിമേഷൻ ഉണ്ടാവും, റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാവും. ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ ഒബ്വിയസ്ലി സ്പിൻ ഓർബിറ്റ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. വിട്ടുകളയരുത് എന്ന് പറയുന്ന ടോപ്പിക്സ് ഇത്രയുമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ട ബുക്കുകൾ ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ് കോൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ബൈ ZT. ദെൻ അരുൾദാസിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് ബുക്കും അതുപോലെ ഗ്രിഫിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ്. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ അരുൾദാസിൻ്റെ പ്രോബ്ലം ബുക്ക് പഠിക്കുക. ഇതിൻ്റെ തന്നെ പ്രോബ്ലംസ് ഉണ്ട്, 500 പ്രോബ്ലംസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ബൈ അരുൾദാസ് എന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഗോ ടു ZT. ഇതിനകത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗുഡ് ബുക്ക്. ദെൻ നമ്മൾ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സ് കിട്ടാനായിട്ട് ജസ്റ്റ് റെഫർ ഗ്രിഫിത്ത്
introduction to quantum mechanics. Next, നമ്മുടെ statistical physics ഉം thermodynamics ആണ്. ഇതിനകത്ത് important ആയിട്ടുള്ളത് ഒന്ന് thermodynamicsന്റെ laws ഉം and its potentials. ഒരുപാട് കുഞ്ഞു formulas ഉണ്ട്. Then Maxwell relations is an important one. Phase space, micro and macro states, ensembles, complete ensembles, 3 type ensembles and partition function ആണ് important ആയിട്ട് ഒരു ടോപ്പിക് വരുന്നത്. പിന്നെ നിങ്ങളുടെ ബോസ് ആൻഡ് ഫെർമി ഗ്യാസും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, പ്ലാങ്ക്സ് ലോ. ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് അബൌട്ട് മാഗ്നറ്റിസം, 3 ടൈപ്പ് മാഗ്നറ്റിസം പഠിക്കുക. ദെൻ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ പഠിക്കുക. ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ പഠിക്കുക. ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ. ഈ പാർട്ടീഷൻ ഫംഗ്ഷന്റെ എൻസെമ്പിൾസിന്റെ ഒക്കെ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒത്തിരി കുഞ്ഞു ഇക്വേഷൻസ് ഉണ്ട്, മാറിപ്പോകരുത്. And books about statistical mechanics, you should read Statistical Mechanics by R.K. Pathria. ഇത് നല്ലൊരു ബുക്കാണ് കോൺസെപ്റ്റ്സ് കിട്ടാനായിട്ട്. രണ്ടാമതായിട്ട് സത്യപ്രകാശിന്റെ ബുക്ക് വായിക്കുക. ദെൻ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തെർമോഡൈനാമിക്സിന് വേണ്ടിയിട്ട് തെർമൽ ഫിസിക്സ് ബൈ ഗാർഗ്, ബൻസൽ ആൻഡ് ഘോഷിന്റെ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്റ്റാറ്റിയിൽ വരുന്ന ബുക്കുകളെല്ലാം. Then about electronics. Electronics ഒരു വാസ്റ്റ് ഏരിയ ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ എല്ലാം പഠിക്കണമെന്നില്ല. ഇലക്ട്രോണിക്സ് വളരെ ചുരുക്കിയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഇലക്ട്രോണിക്സിൽ പഠിക്കാം. ആൻഡ് നമുക്ക് നിങ്ങൾ ഇലക്ട്രോണിക്സിന് പഠിക്കേണ്ട ടോപ്പിക്സ് ഒന്ന് ഡയോഡ്സ്, കംപ്ലീറ്റ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ, ഫെറ്റ്, ഫീൽഡ് എഫക്റ്റ് ഡിവൈസസ്, ഫെറ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക. പിന്നെ കൺവേർട്ടേഴ്സ് പഠിക്കുക. ഡിജിറ്റൽ ടു അനലോഗ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് പഠിക്കുക. ദെൻ ഗേറ്റ്, ഡിമോർഗൻസ് തിയറം, ഇതെല്ലാം പഠിക്കുക. ദെൻ നമ്മുടെ ഓപ്പാമ്പ് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഈ ട്രാൻസ്ഡ്യൂസേഴ്സിലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എല്ലാം പഠിക്കണമെന്നില്ല. നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുക. ട്രാൻസ്ഡ്യൂസേഴ്സിൽ എല്ലാം പഠിക്കണമെന്നില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുക. ദെൻ കമ്പറേറ്റർ പഠിക്കുക, മൾട്ടിപ്ലെക്സർ പഠിക്കുക. അങ്ങനത്തെ ചില സെലക്റ്റഡ് ടോപ്പിക്സ് മാത്രം നമ്മുടെ ഇലക്ട്രോണിക്സിൽ നിന്ന് പഠിച്ചു പോവുക. ഇപ്പം ഞാൻ എല്ലാം മാർക്ക് ചെയ്യുന്നില്ല, എല്ലാം പറയുന്നില്ല. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് ആൻ ഓവറോൾ വ്യൂ ആണ് തരുന്നത്. ഇലക്ട്രോണിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ്സ് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക്സ് ബൈ വി.കെ. മേത്ത ആൻഡ് റോഹിത് മേത്ത. നല്ല ബേസിക് ആയിട്ടുള്ള കാര്യം ഇലക്ട്രോണിക്സിൻ്റെ ABCD അറിയാനായിട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ബുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഇത് വായിക്കുക. ഇതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്യുക. അതിലും ബേസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ +2ൻ്റെ ഇലക്ട്രോണിക്സ്, ഫിസിക്സിലെ ഇലക്ട്രോണിക്സിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ ഈ ബുക്ക് പഠിക്കുക. ഇത് പഠിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു ഐഡിയ ഇലക്ട്രോണിക്സിന് കിട്ടും. പിന്നീട് മാത്രം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് മിൽമാൻ്റെ ബുക്ക് എടുക്കുക, ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ്. ആൻഡ് ഓപ്പാമ്പിനെ കുറിച്ച് നല്ല തറോ നോളജ് കിട്ടാനായിട്ടാണ് രമേശ് ഗേക്വാദിൻ്റെ ഓപ്പാമ്പ് എന്നൊരു ബുക്ക് തന്നെയുണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഓപ്പാമ്പിനെ പറ്റിയിട്ട് നല്ല ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് അബൌട്ട് ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്പിന്നിനെ പറ്റി പഠിക്കുക, ഹീലിയം പഠിക്കുക, ഹൈഡ്രജൻ ആറ്റം പഠിക്കുക. ദെൻ കപ്ലിംഗ് സ്കീംസ് പഠിക്കുക, സീമൻ ഇഫക്റ്റ്, പാഷൻബർഗ് ഇഫക്റ്റ്, സ്റ്റാർക്ക് ഇഫക്റ്റ് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോൺ ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻസ് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്ട്ര, മോളിക്കുലാർ ഫിസിക്സിൽ ഇലക്ട്രോണിക്, റൊട്ടേഷണൽ, വൈബ്രേഷൻ ആൻഡ് റാമൻ സ്പെക്ട്ര, സെലക്ഷൻ റൂൾസ്, ലേസേഴ്സ്, ഇത്രയുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിൻ്റെ ബുക്ക് രാജ്കുമാറിൻ്റെ ബുക്കാണ്. ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്ര കംപ്ലീറ്റ് സിലബസ് അതിനകത്ത് ഉണ്ടാവും. സോ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയുടെ തിയറിറ്റിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ബാൻവലിൻ്റെ ടെക്സ്റ്റ് പഠിക്കുക. കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഗുപ്തകുമാറിൽ ഉള്ളത്. ബട്ട് ഐ പ്രിഫർ ഓൺലി ടു റീഡ് രാജ്കുമാർ. വേറെ വൈറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അതിനേക്കാൾ നിങ്ങൾ ഇപ്പോൾ എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് സ്റ്റഡി ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് ബൈ രാജ്കുമാർ. Next paper is about
കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും വിടാനില്ല. ഈസി ആണ്. റെസിപ്രോക്കൽ ലാറ്റിസ്, ബ്രേവിസ് ലാറ്റിസ് ചോദിക്കാറുണ്ട്, ഡിഫ്രാക്ഷൻ സ്ട്രക്ചർ ഫാക്ടർ ചോദിക്കാറുണ്ട്, ഫ്രീ ഇലക്ട്രോൺ തിയറി ചോദിക്കാറുണ്ട്, സ്പെസിഫിക് ഹീറ്റ് ചോദിക്കാറുണ്ട്. Then Hall effect is an important topic. Then band theory il ottiri problems ഉണ്ട്. Superconductivity is also an important topic. അപ്പോൾ അത്യാവശ്യം എല്ലാം സോളിഡ് സ്റ്റേറ്റിൽ കവർ ചെയ്യണം. സോളിഡ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ബുക്കുകൾ ഒന്ന് കിറ്റലിൻ്റെ ബുക്ക് പഠിക്കുന്നതിനേക്കാൾ ഐ പ്രിഫർ ടു റീഡ് എസോപുല്ലൈസ് ആൻഡ് വഹാബ്. MA വഹാബിൻ്റെ ബുക്കും എസോപുല്ലയുടെ ബുക്കും വായിച്ചതിന് ശേഷം മൂന്നാമതായിട്ട് വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കിറ്റലിൻ്റെ ടെക്സ്റ്റ് നല്ലതാണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്, ആക്സെപ്റ്റഡ് ടെക്സ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ബേസിക് മനസ്സിലാക്കാനായിട്ട് വഹാബിൻ്റെ അല്ലെങ്കിൽ എസോപുല്ലയുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം കിറ്റലിൻ്റെ ബുക്ക് വായിക്കുക. വഹാബിൻ്റെ തന്നെ പ്രോബ്ലംസ് ഉള്ള ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ പേപ്പർ ഇറ്റ്സ് അബൌട്ട് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ബേസിക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് പഠിക്കുക. അതിൽ തന്നെ ഒത്തിരി ഇക്വേഷൻസ് ഉണ്ട്. ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. ദെൻ ന്യൂട്രോൺ പ്രോബ്ലം പഠിക്കണം, സെലക്ഷൻ റൂൾസ് പഠിക്കണം, ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്, ജെൽമാൻ എച്ച്മിഷ് ഫോർമുല പഠിക്കാനുണ്ട്, ക്വാർക്ക് പഠിക്കാനുണ്ട്. അത്യാവശ്യം എല്ലാം ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഷെൽ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്ക്, ബേസിക് ആയിട്ടുള്ള കാര്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇൻട്രൊഡക്ഷൻ ടു ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ബൈ VK മിത്തൽ. ആൻഡ് ഫസ്റ്റ് സ്റ്റഡി ദിസ്. ദെൻ SN ഘോഷിലോട്ട് പോവുക. ഗ്രിഫിത്തിന്റെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ്. എല്ലാം വായിച്ചതിന് ശേഷം മാത്രം എലിമെന്ററി പാർട്ടിക്കിൾസ് ഗ്രിഫിത്ത് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്ക് കയ്യിൽ ഡൗൺലോഡ് ചെയ്തിട്ട്, ഒത്തിരി വെബ്സൈറ്റ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. ഈ പറഞ്ഞ രീതിയിലുള്ള ടോപ്പിക്സ് അതിന് കുറച്ചും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബുക്കിൽ നിന്നെല്ലാം ബേസിക് കോൺസെപ്റ്റ്സ് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇക്വേഷൻസ്, നമ്മൾ ക്ലാസ്സിൽ തരുന്ന ഇക്വേഷൻസ് എല്ലാം നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രിക്ക് വെച്ചിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുക, നോക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സിൽ തരുന്ന പ്രോബ്ലംസ് വീണ്ടും 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 ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ്, അതേ പ്രോബ്ലംസ് നിങ്ങൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2011 തൊട്ടുണ്ട് 9 വർഷത്തെ ഒരു 18ഓളം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാം. ഒരു തവണ ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ മോക്ക് ടെസ്റ്റ്, പല മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് അനാലിസിസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, റെഫറൻസ് ബുക്ക്, ചെറിയൊരു സ്റ്റഡി ടിപ്സ്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.